Disclaimer. The content on Market Waves is for educational purposes only and should not be considered financial advice. I am not a licensed financial advisor. All trading decisions involve risk, and you should consult with a qualified professional. Hi traders, good afternoon and welcome to Market Waves. നിഫ്റ്റിയുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നും നിഫ്റ്റി ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണെന്ന് ഒരു 47 പോയിന്റ് പ്ലസിലാണ് ഇന്ന് നിഫ്റ്റി ഓപ്പൺ ആയത്. ഇന്ന് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതും ഇന്നലത്തെ ക്ലോസിങ്ങിനെ അപേക്ഷിച്ച് ഒരു 51ഓളം പോയിന്റ് പ്ലസിലാണ് നിലവിൽ ഇവിടെ ക്ലോസ് ചെയ്തതായി കാണിക്കുന്നത്. ഇന്ന് ലഭിച്ചിട്ടുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് 120 പോയിന്റിൻ്റെതാണ്. എന്നാൽ നമ്മൾ ഡേ ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരു ഡോജി ക്യാൻഡിലാണ്. ലോവർ സൈഡാണ് അല്പം ഷാഡോ അഥവാ വിക്ക് കൂടുതലുള്ളത്, അപ്പർ സൈഡിൽ അല്പം വിക്ക് കുറവും ആണ്. അപ്പം ഒരു ബൈങ് സെന്റിമെന്റ് തന്നെ ആയേക്കാം എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഈ 21,775 എന്ന ലെവലിൽ മുകളിൽ 800 ആയിട്ടൊരു ക്ലോസിംഗ് ലഭിച്ചില്ല എന്നുള്ളത് ഒരു ആശങ്കാജനകമാണ്. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിഫ്റ്റി അപ്വേർഡ് സഞ്ചരിക്കുമോ അതോ ഒരു ചെറിയ ഡിക്ലൈൻ തരുമോ എന്ന ആശങ്ക അതുതന്നെയാണ് ഇവിടെ ഈ ഇന്നത്തെ ഡേ ക്യാൻഡിലായ ഡോജി ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇന്ന് 120 പോയിന്റിന്റെ മൂവ്മെന്റ് തന്നപ്പോൾ ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ച് എന്തെങ്കിലും ട്രേഡുകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ, അതെന്തായിരുന്നു എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഇന്നലെ ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഇങ്ങനെയായിരുന്നു. സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്നത് 21,692 ലെവലിലും സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്നത് 21,625 ലെവലിലുമായിരുന്നു കൊടുത്തിരുന്നത്. അതിനിടയിൽ രണ്ട് ബ്ലാക്ക് ലൈനുകൾ 21,644, 85 എന്ന ലെവലുകൾക്കുള്ളിൽ രണ്ട് ബ്ലാക്ക് ലൈനുകൾ. ഈ ഏരിയയ്ക്കുള്ളിൽ ഈ ബ്ലാക്ക് ലൈനുകൾക്കിടയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് മൂവ് ചെയ്താൽ ബൈ ചെയ്യുമെന്നും, അഥവാ തിരിച്ച് ഡൗൺവേർഡ് ഡയറക്ഷനാണ് ഇൻഡിക്കേഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ തന്ന ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട്, അഥവാ മുകളിലുള്ള 21,692 സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് സെൽ ചെയ്യും എന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമുക്ക് ലഭിച്ചത്. അതിനുശേഷം ആദ്യത്തെ ഒരു 5 മിനിറ്റിൽ തന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ലഭിച്ചത്. പിന്നീട് ഒരു ഡിക്ലൈൻ തന്ന് ഈ ഏരിയയിൽ നിന്നും ഒരു റിവേഴ്സൽ പാറ്റേൺ എപ്പോഴും കാണിച്ചുകൊണ്ടേയിരുന്നു. ഇവിടുന്ന് ഒരു കോൾ ഓപ്ഷൻ വാങ്ങി പുതിയ ഉയരം ആയിരുന്നു ലക്ഷ്യം. നമ്മൾ ഈ ഗ്രീൻ ലൈൻ ഭേദിച്ച് അപ്വേർഡ് സഞ്ചരിക്കുകയാണെങ്കിൽ ലഭിക്കുമെന്ന് കരുതി രേഖപ്പെടുത്തുന്ന രണ്ട് ടാർഗറ്റുകൾ ഉണ്ടായിരുന്നു. ഒന്ന് 21,731 ആയിരുന്നു, മറ്റൊന്ന് 21,755 ആയിരുന്നു. എന്നാൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ ആദ്യത്തെ ടാർഗറ്റ് 21,731 മുകളിൽ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഒരു ചെറിയ കറക്ഷൻ ഡൗൺവേർഡ് മൂവ്മെന്റ് കാണിച്ചപ്പോൾ അവിടുന്ന് അപ്വേർഡ് വീണ്ടും സഞ്ചരിക്കുമെന്ന് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ നമ്മൾക്കൊരു സൂചന തന്നപ്പോൾ, അങ്ങനെ ഒരു ഫീൽ വന്നപ്പോൾ ഞാൻ ഈ ഏരിയയിൽ നിന്നും ഒരു കോൾ വാങ്ങുകയാണ് ചെയ്തത്. ഇവിടെ ക്യാൻഡിൽ കർസർ വെക്കുമ്പോൾ നമുക്ക് കാണാം 21,722 ലെവലാണ് നിഫ്റ്റിയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ 21,700 ലെവലിലുള്ള കോളാണ് വാങ്ങിയത്. എന്നാൽ അപ്വേർഡ് പുതിയ ഹൈ ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഈ ഏരിയയിൽ വന്ന് 21,745 ഏരിയയിൽ വന്ന് വീണ്ടും ഡിക്ലൈൻ കാണിക്കുകയാണ് ഓരോ പ്രാവശ്യം ചെയ്തത്. അതുകൊണ്ട് ഒരു കാര്യമായ ടാർഗറ്റ് ലഭിച്ചില്ല, ഒരു ചെറിയ ട്രേഡ് മാത്രമേ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ജസ്റ്റ് അത് ഒന്ന് കാണിച്ചു തരാം. 21,700 കോളാണ് ഞാൻ വാങ്ങിയിരുന്നത്. ഞാൻ വാങ്ങിയ പ്രൈസ് ഇവിടെ ബ്ലാക്ക് ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അത് 134 രൂപ എന്ന ആവറേജ് പ്രൈസിൽ നിന്നാണ് 134-133 റേഞ്ചിലാണ് ഞാൻ വാങ്ങിയത്. സ്റ്റോപ്പ് ലോസ് ആയി ഡേയ്സ് ലോ കണക്കാക്കുമ്പോൾ 126 അഥവാ തൊട്ട് താഴെയുള്ള ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കരുതിയാൽ പോലും അപ്വേർഡ് സഞ്ചരിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്ന് പ്രൈസ് അപ്വേർഡ് സഞ്ചരിക്കുകയാണെങ്കിൽ നല്ല ടാർഗറ്റ് ലഭിക്കും എന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. പതിവ് പോലെ ഞാൻ ഡേയ്സ് ഹൈ തന്നെയാണ് ഫസ്റ്റ് ടാർഗറ്റായി കണക്കാക്കിയതെങ്കിലും 152 ലഭിക്കുമെന്ന് കരുതിയെങ്കിലും ഈ ഏരിയയിലെത്തുമ്പോൾ 147, 48, 46 എന്ന ഏരിയകളിലെത്തുമ്പോൾ വീണ്ടും ഡിക്ലൈൻ കാണിക്കുന്നതുകൊണ്ട് ഈ ഏരിയയിൽ നിന്നും ഞാൻ ഒരു 47 റേഞ്ചിൽ ഞാൻ എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. 34 മുതൽ 47 വരെയുള്ള പോയിന്റ് ഒരു 15-14 പോയിന്റിന്റെ ടാർഗറ്റ് മാത്രമേ ലഭിച്ചുള്ളൂ. ഓക്കെ, പിന്നീട് വെയിറ്റ് ചെയ്തപ്പോൾ മാർക്കറ്റ് ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യുന്നതും എൻ്റെ പ്ലാനിങ്ങിന് വിപരീതമായി മൂവ് ചെയ്യുന്നതുമാണ് കണ്ട് ഞാൻ പാസീവായി നിൽക്കുകയാണ് ചെയ്തത്. രേഖപ്പെടുത്തിയിരുന്ന ഗ്രീൻ ലൈനിൽ വന്ന് സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്ന നിലയ്ക്ക് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്ന ഗ്രീൻ ലൈനിൽ വന്നൊരു സപ്പോർട്ട് എടുത്ത് അപ്വേർഡ് മൂവ് ചെയ്യുന്നതായിരുന്നുവെങ്കിൽ വീണ്ടും അവിടെ പ്രൈസ് ആക്ഷൻ പരിശോധിച്ച് അതേ സമയത്തുള്ള ഒന്നുകിൽ ഗ്രീൻ ലൈൻ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ബ്ലാക്ക് ലൈൻ
സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ എന്നാൽ ഇന്ന് ആ ഏരിയയിൽ ഒരു ഫർദർ അപ്പ് മൂവ്മെന്റ് തരാതെ വീണ്ടും ഡിക്ലൈൻ തരികയാണ് ചെയ്തത്. എന്നാൽ ദീർഘനേരം ഈ ഏരിയയിൽ പ്രൈസ് കൺസോളിഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച കൂടി ആയതുകൊണ്ട് ഫർദർ കാര്യമായ മൂവ്മെന്റ് ലഭിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയിൽ ഞാൻ പിന്നീട് ട്രേഡിൽ നിന്നും മാറി നിൽക്കുകയാണ് ചെയ്തത്. എന്നാൽ മാർക്കറ്റ് അവറിന് ശേഷം പരിശോധിക്കുമ്പോൾ രേഖപ്പെടുത്തിയിരുന്ന സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിരുന്ന 20,625 വളരെ കൃത്യമായി മാനിച്ചുകൊണ്ട് അതിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് ബ്ലാക്ക് ലൈനിൽ നിന്നും ഒരു സപ്പോർട്ട് എടുത്ത് വളരെ വേഗം മൂവ് ചെയ്യുന്ന ഒരു ആക്ഷനാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഞാൻ ഈ സമയത്ത് മാർക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഒരുപക്ഷെ ഞാൻ ട്രേഡ് ചെയ്തു കൊള്ളണമെന്നില്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു നല്ല ട്രേഡിംഗ് ചാൻസ് മിസ്സായി എന്ന് വേണം പറയാൻ. അപ്പോൾ എനിക്കിന്ന് ആകെ ചെയ്യാൻ സാധിച്ച ഒരു സിംഗിൾ ട്രേഡ് മാത്രമാണ്. ചെറിയ പ്രോഫിറ്റ് മാത്രമേ ലഭിച്ചുള്ളൂ. ഫർദർ എൻ്റെ പ്ലാനിൽ നിന്നും വ്യത്യസ്തമായി മാർക്കറ്റ് മൂവ് ചെയ്തപ്പോൾ ട്രേഡിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ഞാൻ ചെയ്തത്. ഓക്കെ, ഇന്നത്തെ മൂവ്മെന്റ് അനുസരിച്ച് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ ഞാൻ പ്രതീക്ഷിക്കുന്ന എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാം. നാളത്തേക്ക് വേണ്ടി ഞാൻ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത് 20,745 ലെവലാണ്. അവിടെ ഞാൻ ഗ്രീൻ കളറിലുള്ള ലൈൻ ഇട്ടിട്ടുണ്ട് ഒരു ലെവൽ രേഖപ്പെടുത്താൻ വേണ്ടി. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 20,663 ലെവലാണ്. അവിടെ റെഡ് ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിൽ രണ്ട് ലൈനുകൾ, ബ്ലാക്ക് ലൈനുകൾ പതിവ് പോലെ 20,679, 20,734 എന്ന ഏരിയ. ഈ ഏരിയക്കിടയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തിങ്കളാഴ്ച. ഇനി 2 ദിവസം അവധിയാണ്, ശനി ഞായർ. തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ പ്രൈസ് ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ അതുവരെ തന്നല്ലോ ഓർ പ്രധാനമായും 20,663 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 21,745 തന്നെയാണ് ഗ്രീൻ ലൈന്. എന്നാൽ അതിനു മുകളിലുള്ള 21,755-58 എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ അവിടെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റിൽ ക്യാൻഡിൽ അവിടെ ക്ലോസ് ആവുമെങ്കിൽ മാത്രമാണ് ഫർദർ ഡിക്ലൈൻ വരുമ്പോൾ അതുവരെ നൽകിയ ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു അപ്വേർഡ് ഡയറക്ഷൻ വീണ്ടും കാണിക്കുന്ന സമയം ഒരു ട്രേഡിൽ ഞാൻ ജോയിൻ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുവരെ നൽകിയ ടാർഗറ്റ് അതുവരെ നൽകിയ ഉയരം ആദ്യത്തെ ടാർഗറ്റും തുടർന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ടാമത്തെ ടാർഗറ്റായ 20,788, 20,812 എന്ന ടാർഗറ്റുകൾ പ്രതീക്ഷിക്കും. തുടർന്നുള്ളത് നമ്മുടെ എവർ ടൈം ഹൈ ആണ്. ആ ഹൈക്ക് മുകളിൽ ഒരു 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആയാൽ, അഥവാ ഒരു 1 ഡേ ക്യാൻഡിലെങ്കിലും ക്ലോസ് ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ശരിയായ ഒരു കൺവിക്ഷൻ അപ്വേർഡ് ഡയറക്ഷന് വേണ്ടി ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് ഈ ഏരിയ എല്ലാം പെട്ടെന്ന് തന്നെ ടാർഗറ്റ് കവർ ചെയ്ത് വീണ്ടും റീ എൻറ്റർ ചെയ്യാനാണ് സാധ്യത. എന്നാൽ തിങ്കളാഴ്ച ഈ ബ്ലാക്ക് ലൈനുകൾക്കിടയിൽ 20,734, 20,679 എന്ന ലെവലുകൾക്കിടയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകി ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുന്നതെങ്കിൽ അതുവരെ തന്ന ഹൈ ഓർ പ്രധാനമായും 20,745 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രധാനമായും പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഒന്നാമത് റെഡ് ലൈൻ തന്നെയാണ് പതിവ് പോലെ 20,663 എന്ന് പറയുന്ന ഏരിയ. തുടർന്ന് 20,629 എന്ന ലെവലാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ കണക്കാക്കുന്നത്. ആ ലെവൽ ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി ഫർദർ ടാർഗറ്റുകൾ താഴോട്ട് ലഭിച്ചേക്കും. ഈ ഉയരം, ഇന്ന് രേഖപ്പെടുത്തിയ ഉയരം അല്പം ശക്തമായ ഒരു റെസിസ്റ്റൻസ് ആയി തുടർന്നേക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ തുടർന്ന് അങ്ങനെ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് സ്വീകരിക്കുന്നതെങ്കിൽ ലഭിച്ചേക്കാമെന്ന് കരുതുന്ന ടാർഗറ്റുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ടാർഗറ്റ് ഈ ഏരിയയിൽ ഒരു ഓപ്പണിംഗ് തന്ന് ഡൗൺവേർഡ് ഡയറക്ഷനാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആദ്യം പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് 20,663 തന്നെയാണ്, സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ഏരിയ തന്നെ. അത് ബ്രേക്ക് ചെയ്താൽ ഈ ഏരിയയിൽ വന്നും മാർക്കറ്റിന് ഒരു സപ്പോർട്ട് ഇന്ന് എടുത്തതുപോലെ തന്നെ ഇന്നത്തെ ലോയെ ബ്രേക്ക് ചെയ്യാതെ ഇവിടെ നിന്നും ഒരു സപ്പോർട്ട് എടുത്ത് അപ്വേർഡ് മൂവ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യുകയാണ് എങ്കിൽ തുടർന്ന് ലഭിച്ചേക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് 20,582, 567, 522 എന്നിവ. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി വിശദീകരിക്കാം. ഒരു
ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഈ ബ്ലാക്ക് ലൈനുകൾക്കിടയിൽ, അതായത് 24,734, 679 എന്നീ ഏരിയകൾക്കിടയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ, തിങ്കളാഴ്ച ലഭിക്കുന്നതെങ്കിൽ, ചെറിയ ടൈം ഫ്രെയിമിലുള്ള കാൻഡിൽ പാറ്റേണുകൾ പരിശോധിക്കുമ്പോൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുന്നതെങ്കിൽ, നമുക്ക് അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ആണ് ലഭിക്കുന്നതെങ്കിൽ, അതുവരെ നൽകിയ ഹൈ ഓർ പ്രധാനമായും 21,745 സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. ലഭിക്കേണ്ട പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഈ ഡൗൺവേർഡ് തന്നെ കണ്ടിന്യൂ ചെയ്തേക്കാം എന്ന ഒരു കൺവിക്ഷൻ നൽകാൻ നമുക്ക് ആദ്യമായി ലഭിക്കേണ്ട പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് 21,629 ആണ്. തുടർന്ന് 21,582, 522 എന്ന ഏരിയകളിലേക്കും പ്രൈസ് സഞ്ചരിക്കുക. അതേസമയം ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് ചെറിയ ടൈം ഫ്രെയിമിലുള്ള കാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ, അതുവരെ നൽകിയ ലോ ഓർ പ്രധാനമായും 21,663 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഉയരം തന്നെയാണ്, അഥവാ 21,745 തന്നെ. എങ്കിലും 21,758, 55, 58 എന്ന ലെവലുകൾ ഭേദിച്ച ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് കാൻഡിൽ അപ്വേർഡ് ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ തുടർന്ന് ലഭിക്കുന്ന ഡിക്ലൈനിൽ അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ ഒരു ട്രേഡ് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ അതുവരെ നൽകിയ ഡേയ്സ് ലോ ആയിരിക്കും തീർച്ചയായും സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിക്കുക. അപ്പോൾ അപ്വേർഡിൽ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ നൽകിയ ഉയരവും തുടർന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 21,788, 812 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകളും പ്രതീക്ഷിച്ചേക്കാം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനും ലൈക്ക് ചെയ്യുന്നതിനും നിങ്ങൾ വിട്ടുപോകാതിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ദിവസവും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ തരുന്ന നല്ല മൂവ്മെന്റ് നിഫ്റ്റിയിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.